ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആൻറ്റീരിയർ ഡയബറ്റിക് ഹോർമോണിനെ കുറിച്ചാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ പിറ്റ്യൂട്ടറി പോലെ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് പിറ്റ്യൂട്ടറി ഉണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്റെ പോസ്റ്റീരിയർ പാർട്ടിൽ നിന്ന്, അതായത് പുറകിൽ നിന്ന് രണ്ട് ഹോർമോണുകൾ പുറപ്പെടുവിക്കുന്നു. ഒന്ന് ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ, അതിൻ്റെ പേര് വാസോപ്രസിൻ. അതുപോലെ തന്നെ വേറൊന്നുണ്ട് ഓക്സിറ്റോസിൻ. അതായത് ഓക്സിറ്റോസിൻ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലൊന്നും നമ്മളെ അധികം ബാധിക്കത്തില്ല. കാരണം അത് പ്രഗ്നൻസിയും ബ്രസ്റ്റ് ഫീഡിങ്ങും റിലേറ്റഡ് ആയിട്ട് മാത്രമേ ഓക്സിറ്റോസിൻ പലപ്പോഴും ബോഡിയിൽ പ്രവർത്തിക്കാറുള്ളൂ. അപ്പം അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് മനസ്സിലാകില്ല. പക്ഷെ പോസ്റ്റീരിയർ ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ ഹോർമോണായ ആന്റീരിയർ ഡയബറ്റിക് ഹോർമോൺ അല്ലെ വാസോപ്രസിൻ എന്ന ഹോർമോൺ ശരിക്കും നമ്മളെ ബാധിക്കും. എന്താണ് ഈ ആന്റി ഡയബറ്റിക് ഹോർമോൺ? അതായത് രണ്ട് തരത്തിലാണ് ഇത്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിൻ പാസ് ചെയ്യുന്നത് ഡൈയൂറിസിസ് എന്നാണ് പറയുന്നത്. അപ്പം ആന്റി ഡൈയൂറിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിനെ പാസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. മനസ്സിലായോ? യൂറിന്റെ എക്സ്ക്രീഷനെ കുറയ്ക്കുന്നു. അതായത് യൂറിൻ പുറത്തേക്ക് പോകാതെ ഈ ആന്റീരിയർ ഡയബറ്റിക് ഹോർമോൺ ആണ് ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. പക്ഷെ ഇത് കൂടിപ്പോയാൽ എന്ത് പറ്റും? യൂറിൻ ഒട്ടും പുറത്തേക്ക് പോകത്തില്ല. ഇനി ഇതിന്റെ അളവ് ബോഡി കുറഞ്ഞാലോ? യൂറിനോട് യൂറിനായിരിക്കും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പം ആന്റി ഡയബറ്റിക്കിനെ എതിർക്കുന്ന ഹോർമോൺ. അപ്പം ഇത് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ എന്ത് പറ്റും? അപ്പൊ കൂടുന്ന രോഗത്തിനും കുറയുന്ന രോഗത്തിനും ഓരോ പേരുണ്ട്. അതായത് സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആന്റി ഡയബറ്റിക് ഹോർമോൺ അല്ലെങ്കിൽ SIADH. ഇതിന്റെ സെക്രീഷൻ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് അമിതമായാൽ ഉണ്ടാകുന്ന കണ്ടീഷൻ. രണ്ടാമത്തത് ഡയബറ്റിക്സ് ഇൻസിപ്പിഡസ് എന്നാണ്. ഡയബറ്റിക്സുമായിട്ടൊന്നും ഇതിന് ബന്ധമൊന്നുമില്ല. ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്നാണ് പറയുന്നത്. അതായത് ആന്റി ഡയബറ്റിക് ഹോർമോണിന്റെ അളവ് ബോഡിയിൽ ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റും? ഡയബറ്റിസിനെ തടയുന്നില്ല. വന്ന യൂറിനെല്ലാം പുറത്തേക്ക് പോകും. മനസ്സിലായോ? യൂറിന്റെ ഒരു ഭയങ്കരമായ എക്സ്ക്രീഷൻ ഉണ്ടാവും. അതായത് 1 ലിറ്റർ 2 ലിറ്റർ 3 ലിറ്റർ ഒന്നുമല്ല, 20 ലിറ്റർ വരെ ഇതിന്റെ എക്സ്ട്രീം ഫോമിൽ ഒരാൾ യൂറിൻ ഒരു ദിവസം പാസ് ചെയ്യും. ഇതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് കണ്ടീഷനാണ്. ഇനി ഇതിന്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ നോക്കാം. ഏതിന്റെ? സിൻഡ്രം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് ആന്റി ഡയബറ്റിക് ഹോർമോൺ. നമുക്ക് പറഞ്ഞല്ലോ ഓവർ പ്രൊഡക്ഷൻ ആണ്. ഓവർ പ്രൊഡക്ഷൻ ഓഫ് ADH ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഓവർ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് യൂറിനെ പുറത്തു പോകാതെ നോക്കും. അപ്പൊ പുറത്തു പോകാതെ നോക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നം ആദ്യം ഉണ്ടാവും? ആദ്യം ഉണ്ടാകാൻ പോകുന്നത്, അത് യൂറിനായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് രണ്ടും. ആദ്യമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ ഒളിഗ് യൂറിയ ആയിരിക്കും. അതായത് യൂറിൻ പുറത്തേക്ക് വിടുന്നില്ല. മനസ്സിലായോ? അപ്പം അന്നേരം ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ബാക്കിയുള്ളതെല്ലാം. അതായത് ഹൈപ്പർ വൊളീമിയ. അതായത് യൂറിൽ നിന്നിലൂടെ പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഇത് ബോഡിയിൽ തന്നെ കെട്ടിക്കിടക്കുമ്പോൾ എന്താ? ബോഡിയിലെ സർക്കുലേഷനിലെ വാട്ടറിന്റെ അളവ് കൂടും. അതിനാണ് ഹൈപ്പർ വൊളീമിയ എന്ന് പറയുന്നത്. വെള്ളത്തിന്റെ അളവ് സർക്കുലേഷനിൽ ഒരുപാട് കൂടുതൽ, ബോഡിക്കകത്ത് ഒരുപാട് കൂടുതലാണ്. അങ്ങനെ കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ട് BP, നമുക്ക് ICUലൊക്കെ നിൽക്കുന്നവർക്ക് മനസ്സിലാവും, NS കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ BP കൂടും. മനസ്സിലായോ? അതുപോലെ തന്നെ സംഭവിക്കും. ഹൈപ്പർ ടെൻഷൻ ആവും, BP കൂടും. BP കൂടുമ്പം നമ്മുടെ ബോഡിയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ ഒക്കെ അളവ് കുറയും. അതായത് ഇപ്പൊ 2 ലിറ്റർ, ഇത്ര നാള് നമ്മുടെ കയ്യിൽ 1 ലിറ്റർ പാലില് 10 ഗ്രാം പഞ്ചസാരയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരുന്നതെന്ന് വെച്ചു. പക്ഷെ നമ്മൾ അതിലേക്ക് 1 ലിറ്റർ പാൽ കൂടി ഒഴിക്കുമ്പോൾ എന്ത് പറ്റും? 2 ലിറ്ററിലെ 10 ഗ്രാം ഉള്ളു. മനസ്സിലായോ? അപ്പം എന്ത് പറ്റി? ഇലക്ട്രോലൈറ്റ്സിന്റെ അളവ് കുറഞ്ഞു പോയി. അതായത് മധുരത്തിന്റെ അളവ് കുറഞ്ഞു പോയി. അത് തന്നെ ഇവിടെയും സംഭവിക്കും. കാരണം 1 ലിറ്ററിൽ ഉണ്ടായിരുന്നതായിരുന്നു ബോഡിയുടെ നോർമൽ. 1 ലിറ്റർ വെള്ളവും കൂടി വന്നപ്പോൾ ഈ 2 ലിറ്ററിനകത്ത് ഈ ഇലക്ട്രോലൈറ്റ്സ് ഒഴുകി നടക്കുക. മനസ്സിലായോ? ബോഡിക്ക് ടിഷ്യൂസിന് കിട്ടുന്നതെല്ലാം കുറഞ്ഞ ഇലക്ട്രോലൈറ്റ്സ് ആണ്. മനസ്സിലായോ? അപ്പം ഇലക്ട്രോലൈറ്റ്സിന്റെ ബാലൻസ് പോകുമ്പോൾ എന്നാ പറ്റും? ഹൈപ്പോനാട്രീമിയ ഉണ്ടാവും.
സോഡിയം ആവശ്യത്തിന് ബോഡിക്ക് കിട്ടുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ഇറിറ്റബിലിറ്റി പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഹൈപ്പോനട്രീമിയയുടെ ലക്ഷണങ്ങളെല്ലാം ശരീരം കാണിക്കും. പിന്നെ നമുക്ക് മനസ്സിലായല്ലോ, ഇത് ഓവറായിട്ട് ബ്ലഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, സർക്കുലേഷനിൽ ചെന്ന് അത് ബ്രെയിനിലേക്കും ചെല്ലും. അപ്പൊ ബ്രെയിൻ ഇറിറ്റേഷൻ ആവും. എങ്ങനെയാ? സെറിബ്രൽ എഡിമ ഉണ്ടാവും. കാരണം ബ്ലഡ് സോഡിയമാണ് ഫ്ലൂയിഡിനെ പുറത്തേക്ക് അധികം പോകാതെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ നിർത്തുന്നത്. അപ്പൊ സോഡിയത്തിന്റെ അളവ് ഒരുപാട് പറയുമ്പോൾ വെള്ളം തോന്നണ പോലെ പോകും. അപ്പൊ എന്നാ പറ്റും? സെറിബ്രൽ എഡിമ ഉണ്ടാവും. തലച്ചോറിൽ ചെന്ന് സെറിബ്രൽ എഡിമയാണ്. അത് ഇൻട്രാക്രീനിയൽ പ്രഷറിനെ കൂട്ടും. ഇൻട്രാക്രീനിയൽ പ്രഷറിനെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ലെവൽ ഓഫ് കോൺഷ്യസ് ഓൾട്ടേഡ് ആവും. ആള് ബോധമില്ലാത്ത ആളാവും. മനസ്സിലായോ? പിന്നെ നമുക്കറിയാം, ഇത് വെള്ളം കൂടി കഴിയുമ്പോൾ എന്താ വെയിറ്റ് ഗെയിൻ ആണ്. ആളുടെ വെയിറ്റ് അങ്ങ് ഒരുപാട് കണ്ടമാനം കൂടും. കാരണം പുറത്തേക്ക് യൂറിൻ പോകുന്നില്ല. പിന്നെ സെറത്തിന്റെ നമ്മൾ പറഞ്ഞല്ലോ ബ്ലഡിന്റെ സാന്ദ്രത കുറഞ്ഞു. കാരണം വെള്ളം കൂടി ഇലക്ട്രോലൈറ്റ്സിന്റെ എല്ലാം സാന്ദ്രത കുറഞ്ഞു. അപ്പം സെറം ഓസ്മോലാരിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു പോകും. അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബ്ലഡ് കുറഞ്ഞു പോകും. പകരം യൂറിൻ വളരെ കുറച്ചേ ഉള്ളൂ. ഒരു 100 ml 1 ലിറ്ററൊക്കെ ഒരു ദിവസം പുറത്തേക്ക് വരുന്നുള്ളൂ. വളരെ പാടുപെട്ട്. മനസ്സിലായി? അപ്പം ഉണ്ടാകുന്ന പുറത്തേക്ക് വരുന്ന യൂറിന് ഭയങ്കര ഡാർക്ക് കളറായിരിക്കും. അതിനകത്തെ യൂറിൻ ഓസ്മോലാരിറ്റി ഭയങ്കരമായിട്ട് കൂടും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിൻ ഭയങ്കരമായിട്ട് കൂടുതലാണ്. കാരണം ആവശ്യത്തിന് യൂറിൻ പുറത്തേക്ക് വരുന്നില്ല, കുറച്ച് യൂറിനെ പുറത്തേക്ക് വരുന്നുള്ളൂ. ആ കുറച്ച് വരുന്ന യൂറിനിലൂടെ ആവശ്യത്തിന് സെക്രീഷൻ എല്ലാം ബോഡി പുറന്തള്ളിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പുറം. ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് നമുക്കറിയാം, ഡയബറ്റിക് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ച് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്ത് പറ്റും? പോളിയൂറിയ, ഇഷ്ടംപോലെ യൂറിനാ പുറത്തേക്ക് വരുന്നത്, ഇഷ്ടംപോലെ യൂറിൻ. അപ്പൊ എന്ത് പറ്റും? ഹൈപ്പോവോളീമിയ, ബോഡിയിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്ന സ്വാഭാവികമായിട്ട് തന്നെ ഹൈപ്പോടെൻഷൻ, BP ആവശ്യത്തിനില്ല. അപ്പം നേരത്തെ ഓപ്പോസിറ്റ് ആയി വന്നു ഹൈപ്പർ നാട്രീമിയ. എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെങ്കിലും സോഡിയാണ് എപ്പോഴും പലപ്പോഴും വിഷയക്കാരനാകുന്നത്. സോഡിയത്തിന്റെ അളവ് ബോഡിയിൽ ഒരുപാട് കൂടി. അപ്പൊ അതിൻ്റെതായ ലക്ഷണങ്ങൾ അരിശവും ദേഷ്യവും ഒക്കെ പേഷ്യന്റ് കാണിക്കും. പിന്നെ പോളിഡിസ്പെസിയ, നമുക്കറിയാലോ, ഇത്രയും വെള്ളം പുറത്തേക്ക് വരുമ്പം സ്വാഭാവികമായിട്ട് ഭയങ്കര ദാഹിച്ച് വരണ്ട് ഇങ്ങനെ ആള് നടക്കും. അപ്പം ഒപ്പം തന്നെ ആവശ്യത്തിന് ബോഡിയിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് അടുത്ത ലക്ഷണം വെയിറ്റ് ലോസ്, ഭയങ്കരമായിട്ട് വെയിറ്റ് കുറയും. കാരണം ഇത്രയും വെള്ളത്തിലല്ലേ പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ വെയിറ്റ് കുറയുന്ന പോലെ തന്നെ ഇത്രയും കാണിക്കുമ്പോൾ ബോഡി എല്ലാം ഡീഹൈഡ്രേഷന്റെ ലക്ഷണങ്ങൾ കാണിക്കും. മനസ്സിലായോ? ഡ്രൈ സ്കിന്ന്, ഡ്രൈ മ്യൂക്കോസ, ഷണ്ടൻ ഐ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കാണിക്കും. സ്കിന്ന്, ടങ് എല്ലാം ഡ്രൈ ആവും. ആള് വളരെ ടയേർഡ് ആവും. ഇനി ഇലക്ട്രോലൈറ്റ്സ് മുഴുവൻ ഇംബാലൻസ് ആവും. കാരണം എല്ലാം കൂടുക, ബോഡിയിൽ എല്ലാ സാധനവും കൂടി. അത് സോഡിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം സെറം ഓസ്മോലാരിറ്റി എന്നാ പറ്റും? സെറത്തിൽ ആവശ്യത്തിന് ബ്ലഡ് ശരീരത്തിൽ നിൽക്കുന്നില്ല, മൊത്തം പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഉള്ള സെറത്തിന്റെ അളവ് വെള്ളം കുറഞ്ഞ് സാന്ദ്രത കൂടി. അപ്പം സെറം ഓസ്മോലാരിറ്റി കൂടുകയും യൂറിൻ ഓസ്മോലാരിറ്റി കുറയുകയും ചെയ്യും. അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സെറം, ബ്ലഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുകയും യൂറിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറയുകയും ചെയ്യും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? സിൻഡ്രം ഓഫ് ആന്റി ഡയബറ്റിക് ഹോർമോൺ എന്ന് പറയുന്ന കുറവും, കൂടുതലായിട്ട് ഡയബറ്റിക് ഹോർമോൺ ഉണ്ടാക്കുന്നതും ഡയബറ്റീസ് ഇൻസിപ്പിഡൻസിനകത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കുറച്ച് സെക്രീറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ യൂറിനായി പുറത്തേക്ക് കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ നേരെ തിരിച്ച് കൂടുതൽ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് യൂറിനെ പുറത്തേക്ക് വരുന്നുണ്ട്, അകത്തെല്ലാം കെട്ടിക്കിടക്കുക. ഓക്കെ, താങ്ക് യു.